എൻ്റെ മോളുടെയും വിധി. അവൾക്കാണെങ്കിൽ ലോ കോളേജിലും മറ്റൊരു സീറ്റും കിട്ടി. ഹോസ്റ്റൽ ഫീസ്, ഡ്രസ്സ്, ബുക്ക്, ഇതിനൊക്കെ കാശ് തന്നെ വേണ്ടേ? എന്നാ നമുക്ക് വെഞ്ചിരിക്കണം. എല്ലാം ശരിയാവും ചേച്ചി. വികാരിയായിട്ട് ആദ്യത്തെ പള്ളിയാണ് ഇവിടെ. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മധ്യസ്ഥ ജോൺ വരെ വികാരി ഓളാടിനെ പോലുള്ളവരുടെ പിന്നാലെ നടന്ന് മാനസാന്തരപ്പെടുത്തി പുണ്യാണ്. ഇത് പുണ്യാണ് പടം. ഇതിന്റെ പിന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പുണ്യാള. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, പോളേറ്റിന് വേണ്ടി കുർബാനയിൽ ഓർത്തോളൂ. എതിർപ്പാട്ടുകാരെ എന്തെങ്കിലും ചെയ്യുന്ന പറയണം. പ്രാർത്ഥിക്കാൻ ചേച്ചി. അല്ല, ബോംബേറിൽ മരിച്ചതാണ്? അറിയില്ല അച്ഛൻ. പ്രായമായവരാണെന്ന് കേട്ടത്. അതിനോട് ടിവിയും പേപ്പറൊന്നും ഇല്ലാത്ത കാരണം ഒന്നും കൃത്യമായിട്ട് അറിയില്ല. എന്നാ ശരി, പള്ളിയിലേക്ക് നോക്കാം. ഞാൻ പുതിയ വിചാരിച്ച ഞാനിവിടെ വെഞ്ചിരിക്കാനായിട്ട് വന്ന എന്റെ ബിരിയാണി പുണ്യാളുടെ ഇടവകയിലെ ഫസ്റ്റ് കാലക്ക് ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലേ? പുണ്യാളെ ഈ ടൈപ്പ് ആൾക്കാർ മാനസാന്തരപ്പെട്ടി കുമ്പസാരിപ്പിച്ചത്. സമ്മതിക്കണം പുണ്യാള, സമ്മതിക്കണം. നോക്കിയേ, എനിക്ക് എപ്പോഴും കൂട്ടി നോക്കാം കേട്ടാ. ആരെ വേണമെങ്കിൽ സഹായിച്ചു, പക്ഷെ വെമ്പാല പോലുള്ള വീട്ടിലേക്ക് നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല. അതെ അതെ, അവന്റെ കുടുംബത്തിന്റെ കാര്യം അവന്റെ പാർട്ടിക്കാരെ നോക്കിക്കോളൂ. അങ്ങനെയല്ല, പോളെന്നും വലിയ വരുമാനമൊന്നുമില്ലേ? മോള് നന്നായിട്ട് പഠിക്കും. നമ്മളൊന്ന് സഹായിച്ച ആ കൊച്ചു പഠിച്ച പിന്നെ അവളന്ന് നിയമം പഠിച്ചിട്ട് അപ്പന്റെ കേസൊക്കെ ജയിക്കും. അപ്പൊ പിന്നെ വക്കീൽ ബിസിനസ് നടത്തുന്നല്ലോ. ഇതൊരു കാര്യം പറയാം, അവന്റെ എതിർപ്പാർട്ടിക്കാരായതൊന്നും പറയുന്നല്ല. ഈ കുടുംബത്തിൽ നിന്ന് നാട്ടിൽ ഓടിച്ചിരുന്നില്ലേ നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അതിന് സഹായിക്കാൻ വേണ്ടത് ഒറ്റപ്പെടുക. ചേട്ടാ, ഞാൻ പറഞ്ഞു തന്റെ പേരെ കാര്യം നോക്കൂ. വെമ്പാല കൊണ്ട് വീട്ടിൽ കാര്യം നോക്കാൻ പോയാലേ പിന്നെ നോക്കാൻ എനിക്ക് കണ്ടുണ്ടാവില്ലേ? മനസ്സിലായോ? ഓ, ഒരു കുടുംബസ്നേഹി. അഹങ്കാരത്തിനൊരു കുറവില്ല. നിന്റെ കുടുംബത്തെ അങ്ങനത്തെ മറക്കാനുണ്ടെങ്കിലേ എന്തിനെ പോലെ വികാരിച്ച പള്ളിയോഗത്തില് നിന്റെ മോൾക്ക് കൂടി ഇത്ര കഷ്ടപ്പെട്ടത്? എന്ത് സഹായിക്കുന്നു? ഒന്നും അറിയാത്ത പോലെ വെമ്പാലെ പോലെ നാട്ടുകാരെ എന്നിട്ട് ഭാര്യയും മോളെ കൊണ്ട് പള്ളിയിൽ സഹായിക്കും. വക്കീലാവ് പഠിക്കണമെങ്കിലേ മോളോടെ പാർട്ടി ഓഫീസിൽ സഹായം വെക്കാൻ സഹായം ജാസ്മിന്റെ ഹോസ്റ്റൽ ഫീസും ബുക്സിനും പറഞ്ഞേ നല്ല മാർക്ക് വാങ്ങിച്ചു പോവാൻ മോൾ പിന്നെ എന്ത് ചെയ്യും? പോവായിട്ട് ജയിലിൽ പോയാ പോവാന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു പാർട്ടിക്കാരെ തിരിഞ്ഞോക്കില്ലേ? പോവാനെ പിടിച്ചിട്ട് ഈ നാട്ടുകാർ ഒരു വീടിന്റെ എല്ലാമായി ഒരാള് ഇല്ലാതാകുമ്പോഴും ബുദ്ധിമുട്ട്. അത് പോവാൻ ആലോചിച്ചിട്ടുണ്ടാവും. ജാസ്മിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ. പിതാവ് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദന അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു ബോംബാക്രമണത്തിലാണ് എന്റെ അപ്പച്ചൻ മരിച്ചത്.
ബോംബ് ഞാൻ ചെയ്ത തെറ്റിനെ അയാളുടെ മകളെന്ന് പഠിച്ചു. അത് അച്ഛൻ്റെ അപ്പച്ചനായിരുന്നു. അതെ, എന്ത് തന്നെ എന്റെ അപ്പച്ചൻ ചെയ്തേ? ഒരു കെട്ടിടത്തിന് മുന്നിലൂടെ നടന്നതോ? മഹാഭായിരുന്നു. അതിലൂടെ 2 കുടുംബങ്ങൾക്ക് നഷ്ടമുണ്ടായി. 2 കുടുംബങ്ങൾക്കോ? അതെ, എന്റെ പിന്നെ പോളേക്കും. ഒരു ഗുണ്ടയുടെ ഭാര്യയ്ക്ക് മകൾക്ക് നേരെ എത്ര പേർക്ക് സ്നേഹം കാണും? ഞാൻ പെട്ടുപോയതാ. ഒന്നിനില്ലാതെ വന്നു. ഒഴിഞ്ഞു മാറാനാവാതെ പോലെ ആവാത്തത്. ജാസ്മിനെ സ്നേഹിച്ച് സ്വസ്ഥമായി കഴിയുമെന്ന് ആഗ്രഹം വെച്ചു. പക്ഷേ കഴിയില്ല അച്ചു. ആരമാണ് കഴിയുന്നത്? ഈ ചിത്രത്തിലുള്ള ആളെ ഓരെന്നറിയും. ഈ പള്ളിയുടെ മധ്യസ്ഥനാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴേ പോളാറ്റിനേക്കാൾ വലിയ ഭീകരന്മാരെ മാറ്റിയെടുത്തിട്ടുണ്ട്. സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്. പോളാറ്റിനെ പുണ്യാളം മുറുകെ പിടിച്ചോ, പ്രാർത്ഥിച്ചോ, എല്ലാം ശരിയാവും. ഈ ആഴ്ച കോളേജ് തുറക്കല്ലേ? മോള് ഹോസ്റ്റലിൽ പോകുമ്പോഴേക്കും കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് പൈസ വികാരിച്ച് തന്നു. പഠിക്കാനുള്ള ബുക്സും കുറച്ചൊക്കെ വികാരി